അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് അവലും പിന്നെ നമ്മൾ കുറച്ച് കുക്കുംബറും ഇതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അവല് കഴുകിയെടുക്കണം. ഒത്തിരി നേരം വെള്ളത്തിൽ ഇട്ടങ്ങ് കഴുകണ്ട. ഇതിനകത്ത് ഒരു ചെറിയ പൊടിയൊക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ മാറാനും ഇതൊന്ന് ഇച്ചിരി സോഫ്റ്റ് ആകാനും ഒക്കെ വേണ്ടിയിട്ടാണ്. വെള്ളം ഒഴിച്ച് ഒരരിപ്പയ്ക്കകത്തോട്ട് വാർന്നെടുത്താൽ മതി. അപ്പൊ അതിന്റെ പരിപാടിയാണ് നടക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഈ കുക്കുംബർ ഇല്ലേ, ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിന്റെ തൊലി കളയാതെ തന്നെ നമുക്ക് നമ്മുടെ ഗ്രേറ്ററെ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മളപ്പോൾ അവല് കഴുകി എല്ലാം ഊറ്റി റെഡിയാക്കിയിട്ടുണ്ട്. കൂടാതെ നമ്മളിപ്പുറത്ത് തന്നെ നമ്മുടെ കുക്കുംബർ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവല് ഒത്തിരി നേരം വെള്ളത്തിൽ ഇട്ട് വെക്കരുത്, ഒത്തിരി കുതിർന്നു. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇത് ആദ്യം തന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം, എന്നിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുണ്ടല്ലോ, ഈ അവല് ചിലപ്പോ കുഴഞ്ഞു പോകും. അപ്പൊ ഇനി നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത കുക്കുംബർ കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഇതുപോലെ കൈവച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് ആവാൻ ശ്രദ്ധിക്കണം. നമ്മളിതേ നമ്മുടെ അവലും നമ്മുടെ കുക്കുംബറും കൂടെ മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ തൊട്ടടുത്ത് നമ്മുടെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. സ്വല്പം വലിയ ചീനച്ചട്ടി വേണം കേട്ടോ, കാര്യം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് അത്യാവശ്യം ഒരു സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കും. ഒരുപാട് എണ്ണ വേണ്ട, ഒരു സ്വല്പം. അപ്പൊ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ കടുക് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കപ്പലിന്റെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ബാക്കി സാധനം ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഉഴുന്ന്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് അല്ലെങ്കിൽ സൂര്യപ്പരിപ്പ് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ നമ്മുടെ ഈ എന്താ പറയുക ഉഴുന്നും പരിപ്പുകളും കാര്യങ്ങളൊക്കെ ഏകദേശം മൂത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തുണ്ടല്ലോ നമ്മുടെ അത്യാവശ്യം നമ്മുടെ സവോള കൊണ്ട് ചേർത്ത് കൊടുക്കാം. കുഞ്ഞുകുഞ്ഞാന്ന് വെച്ചെടുക്കണം, ഒരുപാട് വലിപ്പം കൂട്ടണം കേട്ടോ. ഇതൊന്ന് മൂത്തിട്ട് വേണം നമുക്ക് ബാക്കി നമ്മുടെ കലാപരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഈ സമയത്താണെങ്കിൽ നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ആ കറിവേപ്പില കൂടെ അതിന്റെ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ മാറി. എരിവിന് ആവശ്യമായിട്ട് നമ്മൾ വറ്റൽമുളകാണ് എടുക്കുന്നത്. പച്ചമുളക് വേണേലും നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. വറ്റൽമുളക് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. മാത്രമേ ഉള്ളൂ. അത് കൊടുക്കാം. അപ്പൊ ഇത് ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാകുന്ന രീതിയിൽ അങ്ങ് മൂപ്പിക്കുന്നുണ്ട്. നമുക്ക് ഒരു മീഡിയം രീതിയിൽ നമുക്ക് ഈ കൂട്ടിന് ആവശ്യമായിട്ട് ഒരു സ്വല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ആകരുത്, കാര്യം കൂടിപ്പോയി കഴിഞ്ഞാൽ പണി പോകും. നമ്മൾ ഈ അവലിന്റെ അത് ഉപ്പിടുമ്പോൾ ഇതിന്റെ കൂടെ ഉള്ള ഇട്ടാൽ ഇനി ഇതിന്റെ സ്കിപ്പ് ചെയ്യും, ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ കപ്പലിന്റെയും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ഈ അവല കൊണ്ട് ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കണേ. കട്ട കെട്ടി കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൂടെ കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് സ്വല്പം നമ്മുടെ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ആവി കയറണം. ഒരു 2 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. 2 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കയറി ഇറങ്ങണം. അപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്, അടച്ചു വെച്ചിട്ട് വളരെ ഈസിയാണ്. അതെ, നമുക്ക് ഒരു 2 മിനിറ്റ് കഴിയും കേട്ടോ. അപ്പൊ നമുക്കുണ്ടല്ലോ നമ്മൾ അടച്ചു വെച്ച സാധനം നമുക്കൊന്ന് തുറന്നു നോക്കാം. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് സംഭവം. അപ്പൊ ഇതല്ല നമ്മൾ
നമ്മൾ സ്വല്പം എണ്ണ മാത്രമേ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ആരോഗ്യപരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അവലൊക്കെ വെന്തോ ഇതാകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് പൂർണ്ണമായി ഹെൽത്തിയാന്ന് പറയാം. ഇതിപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഹെൽത്തിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം നമ്മൾ സ്വല്പം എണ്ണ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത്. പിന്നെ രാത്രിയിലേക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, ടിഫിനായിട്ടൊക്കെ കൊണ്ടുപോകാനും ഒക്കെ നല്ല അടിപൊളി സാധനം. പ്രത്യേകിച്ച് ഇതിന് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യ ടേസ്റ്റാണ് ഈ സാധനത്തിന്. അപ്പോൾ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ നിന്ന് എഴുതുക. പിന്നെന്ത് പറയാനുള്ളത്, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൺ ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായതിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.